നീ ഇനി എത്ര പാപം ചെയ്തിരുന്നാലും ഈ യേശുവിൻ്റെ സ്വഭാവത്തിൽ മാറ്റൽ. ഈ യേശു നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പതിവിൽ വിപരീതമായൊരു ദൈവത്തെ പറ്റിയുള്ള ഒരു ആലോചന എൻ്റെ ഉള്ളത്തിനകത്തേക്ക് വന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണേ. നമ്മളെല്ലാം കേട്ടിരിക്കും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്ന, നമ്മളെല്ലാം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തകർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിന് തക്ക ശിക്ഷ നരകം തരുമെന്ന് പറയുന്ന ഒരു ദൈവത്തെ പറ്റി കേട്ടിരുന്നപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിന്നെ സ്നേഹിക്കുകയും നിനക്ക് വേണ്ടി മറുവിലയായി തൻ്റെ ജീവനെ തരികയും ചെയ്തവനാണ് യേശുവെന്നും അന്ന് ജീവനെ തന്ന യേശു ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ജീവൻ എടുക്കില്ല എന്നൊരു ശബ്ദവും ഞാൻ കേട്ടു. ഞാൻ യേശുവിൽ തെറ്റ് ചെയ്യുന്ന എന്നെ, എൻ്റെ ബലഹീനത കൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ആ തെറ്റിനെ തിരുത്തിക്കുന്ന സ്നേഹവും ശക്തിയും തരുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ കർത്താവിനെ കണ്ടു. നിങ്ങളുടെ കുറവുകളൊക്കെ അറിഞ്ഞു, നിങ്ങളുടെ കുറവുകളെ അംഗീകരിച്ചു, കുറവുള്ള നിന്നെ സ്നേഹിച്ചുകൊണ്ട് ദൈവം വന്നത്. തിരുവചനം വ്യക്തമായി പറയുന്നു, ആരോഗ്യമുള്ളവർക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യം, രോഗികൾക്കാകുന്നു. അതുകൊണ്ട് ബലഹീനനാകുന്നു ബലമുള്ളവനെ കൊണ്ട് ആവശ്യം. നിങ്ങളുടെ ബലഹീനതകൾ അറിഞ്ഞ് യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ യേശുവിനൊരു പ്രത്യേകത ഉണ്ട്. ആ യേശു കുറ്റപ്പെടുത്തുന്നവനല്ല, ആ യേശു കണക്ക് തീർക്കുന്നവനല്ല, ആ യേശു നിൻ്റെ കുറവ് നോക്കി നിന്നെ വിലയിടുന്നവനല്ല. ആ യേശു നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നവനാകുന്നു. അന്ന് ജീവൻ തന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ തരുമെന്ന് പ്രഡിക്ഷൻ പോലുമില്ല. സകലതും തരാൻ ശേഷിയുള്ളവനാകുന്നു.